കിഫ്ബി സംബന്ധിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും ഇതുവരെയുള്ള അനുഭവം വെച്ചും ചില കാര്യങ്ങൾ പറയാനാണ്. ഇപ്പോൾ കിഫ്ബി 25 വർഷം പൂർത്തീകരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കിഫ്ബിയുടെ 25ാം വാർഷികമാണ്. 25ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഒരു തലത്തിലേക്ക് കിഫ്ബി എത്തുകയാണ്. നമ്മൾ ഇത് 1999 നവംബർ 11 കിഫ്ബി ആദ്യമേ ഫോം ചെയ്തത്. 99 നവംബർ 11. നമ്മളിപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആഘോഷങ്ങൾ 25ാം വാർഷിക ആഘോഷങ്ങൾ ഈ വരുന്ന 4-ാം തീയതി നവംബർ 4-ാം തീയതി ആണ് അതിൻ്റെ വിപുലമായ പബ്ലിക് പരിപാടി വെച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. കിഫ്ബി 1999 നവംബർ 11 ഫോം ചെയ്തെങ്കിലും 2016 കുറച്ചുകൂടി പ്രായോഗികമായ ലേറ്റസ്റ്റ് ആവശ്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് അതുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് 2016 നിയമഭേദഗതിയിലൂടെ അതിനെ കുറച്ചുകൂടി ശക്തീകരിച്ചു. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട മേഖലകൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ അടിസ്ഥാന സൗകര്യ വികസന മേഖലകളായ പൊതുമരാമത്ത്, ആരോഗ്യം, വിദ്യാഭ്യാസം, സാങ്കേതികവിദ്യ, വ്യവസായം, ഗതാഗതം തുടങ്ങി എല്ലാ മേഖലയിലും കിഫ്ബിയുടേതായൊരു കയ്യൊപ്പുണ്ട്. കിഫ്ബി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിലുള്ള അംഗീകാരം ഇപ്പോഴുണ്ട്. അപ്പോൾ ഇതിൻ്റെ രജത ജൂബിലിയുടെ ഭാഗമായിട്ട് 4-ാം തീയതി വൈകുന്നേരം 5:30 മണിക്ക് എല്ലാവരും അവിടെ എത്തിച്ചേരണമെന്ന് ആദ്യം തന്നെ അഭ്യർത്ഥിക്കുകയാണ്. 6 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഇതിന് തൊട്ട് മുമ്പ് കിഫ്ബിയുടെ നേട്ടങ്ങൾ വിശദീകരിക്കുന്ന സെമിനാർ ഉണ്ടാവും. വളരെ വിപുലമായ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്നില്ല. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഈ ദിവസങ്ങളിൽ തന്നെ ഇത് കഴിഞ്ഞൊക്കെ വരും. അപ്പോൾ തന്നെ വിപുലമായി കുറച്ചുകൂടി ഇതിൻ്റെ ചെയ്ത എക്സിബിഷനും മറ്റു കാര്യങ്ങൾ തുടർന്ന് നമുക്ക് നടത്താം. പക്ഷെ അന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ, മന്ത്രിമാരുണ്ടാവും, നിയമസഭാ സാമാജികരുണ്ടാവും, കിഫ്ബി പദ്ധതി നടപ്പിലാക്കാൻ നിന്നിട്ടുള്ള നിർവഹണ ഏജൻസികളുടെ മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളുണ്ടാവും. അന്നത്തെ 2 മണി നേരത്തെ നടക്കുന്ന സെമിനാറുണ്ട്, CM പങ്കെടുക്കുന്നതും ഉള്ള പൊതുപരിപാടിയുണ്ട്. അതിനുശേഷം വൈകിട്ടൊരു കലാസന്ധ്യയും കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരിപാടി നിശാഗന്ധിയിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പം എല്ലാവരും അത് പൊതുവിൽ വിജയിപ്പിക്കാനുള്ള എല്ലാ പ്രവർത്തനം ഉണ്ടാവണമെന്ന് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്.